ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ്. പുതിയ പാഠപുസ്തകമാണ്. 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന ചാപ്റ്ററിലെ ചാപ്റ്ററും അതുപോലെ തന്നെ അതിൽ വരുന്ന ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടായി ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ആണ്. ഇതിനുശേഷം പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്റർ 4 ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ ടീച്ചർ ഡു ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ലൈക്ക് ദിസ്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുകയാണ്, ഇതുപോലെ തന്നെ എല്ലാ ഫ്ലവേഴ്സും എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമോ എന്ന് ടീച്ചറോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളും കുട്ടിയുടെ ഈ ഡൗട്ട് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെ ആവുമോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. നോ, നോട്ട് ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് ഡെവലപ്പ് ഫ്രം ദി ഓവറി ഓഫ് എ ഫ്ലവർ ആഫ്റ്റർ സക്സസ്ഫുൾ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. ഓൺലി ഫീമെയിൽ ഫ്ലവേഴ്സ് ഓർ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഹാവ് ഓവറീസ് ആൻഡ് ആർ capable ഓഫ് ഡെവലപ്പിംഗ് ഇൻ ടു ഫ്രൂട്ട്സ്. എന്താണ്, എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട്സ് ആയിട്ട് മാറില്ല. ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിയിൽ നിന്നാണ്, ഒരു ഫ്ലവറിൻ്റെ ഓവറിയിൽ നിന്നാണ്. ഒന്നില്ലെങ്കിൽ പോളിനേഷൻ നടക്കണം, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കണം. ഫീമെയിൽ ഫ്ലവേഴ്സിനും അല്ലെങ്കിൽ ഫീമെയിലും മെയിലുള്ള ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉണ്ട്, അവർക്ക് മാത്രമേ ഓവറീസ് ഉണ്ടാവുള്ളൂ. അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫ്രൂട്ടായിട്ട് മാറാനും കഴിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മലയാളം നെയിമും അതിൻ്റെ ഇംഗ്ലീഷ് നെയിമും കൊടുത്തിട്ടുണ്ട്. മലയാളം നെയിം എഴുതിയാൽ മതിയാവും. ആദ്യത്തെ മുക്കുറ്റിയാണ്, രണ്ടാമത് വൈറ്റ് കളറിൽ കാണുന്ന തുമ്പയാണ്, കോമൺ ലൂക്കാസ് എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള പേര് വരുന്നത് ഇംഗ്ലീഷിൽ. പിന്നെ തൊട്ടാവാടിയാണ്, ടഷ്മി നോട്ട്. പിന്നെ കണിക്കൊന്ന, ഇന്ത്യൻ ലാബർണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഫ്ലവേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഡൈവേഴ്സിറ്റി ഇതുപോലെ എഴുതണം. അതിൻ്റെ പേരെന്താ, കളർ എന്താ, ഫ്രാഗ്രൻസ്, സ്മെല്ലുണ്ടോ ഇല്ലയോ, സിംഗിൾ ആണോ, ഇൻഫ്ലോറസൻസ് ആണോ, ഒരു കൂട്ടമായി നിൽക്കുന്ന ഫ്ലവർ ആണോ, അതിൽ എത്ര പെറ്റൽസ് ഉണ്ട്, എത്ര എതളുകളുണ്ട്, ഇതൊക്കെ എഴുതണം കേട്ടോ. അപ്പം ഞാനിവിടെ അവരിവിടെ റോസിൻ്റെ തന്നിട്ടുണ്ട്. റോസ് റെഡ് കളറാണ്, സ്മെല്ലുണ്ട്, സിംഗിൾ ഫ്ലവർ ആണ്, ഒരുപാട് ഇതളുകളുണ്ട്, മെനി പെറ്റൽസ് ഉണ്ട്. സൺഫ്ലവർ ആണ്, യെല്ലോ കളറാണ്, മൈൽഡ് സ്മെല്ലാണ്. സൺഫ്ലവറിന് അങ്ങനെ സ്മെല്ലെന്ന് പറയാൻ പറ്റില്ല. ഇൻഫ്ലോറസൻസ് ആണ്, മെനി പെറ്റൽസ് ആണ്. പിന്നെ ഹിബിസ്കസ് റെഡും വൈറ്റിലും ഒക്കെ നമുക്ക് കാണും, ഒരുപാട് കളേഴ്സിൽ കാണും. സ്മെല്ലില്ല, സിംഗിൾ ഫ്ലവർ ആണ്, 5ഓ അതിലധികമോ പെറ്റൽസ് ഉണ്ടാവും. പിന്നെ തുളിപ്പാണ്, തുളിപ്സ് റെഡ് വൈറ്റിൽ കാണും, സ്മെല്ലില്ല, സിംഗിൾ ഫ്ലവർ ആണ്, 6 പെറ്റൽസ് ഉണ്ടാവും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് എഴുതാം. ഇനി ഒരു ബോക്സും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ പേര് കൊടുക്കുക. പിന്നെ അതുപോലെ റോസ്, ഐസോറ എന്ന് പറയണതിൻ്റെ കളർ റെഡാണ്, സ്മെല്ലില്ല, ഇൻഫ്ലോറസൻസ് ആണ്, 4 പെറ്റൽസ്. ലോട്ടസ് പിങ്ക് കളറാണ്, സ്മെല്ല് ചെറുതായിട്ടുണ്ട്, സിംഗിൾ ഫ്ലവർ ആണ്, മെനി പെറ്റൽസ്. ജാസ്മിൻ വൈറ്റ് ആണ്, ഹാവ് സ്മെൽ, സിംഗിൾ ഫ്ലവർ, മെനി പെറ്റൽസ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് എഴുതാം, അതും എഴുതാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് ആണ് നമുക്കിനി അടുത്തത് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ. എല്ലാം വായിച്ച് വീഡിയോ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. ആവശ്യമുള്ളത് മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ചെമ്പരത്തി, ഷൂ ഫ്ലവറിൻ്റെ പിക്ചറാണ്. അതിൽ സെപ്പൽസ് എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പെറ്റൽസ്, എതളുകൾ. പിന്നെ ഇതിന് താഴെ വരുന്ന ഭാഗം പെഡിസലാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഇതിനകത്ത് വേണ്ടത് പാർട്സും ഫങ്ഷൻസും പഠിക്കണം. പെഡിസൽ എന്താ, അറ്റാച്ചസ് ദ ഫ്ലവർ ടു ദ സ്റ്റെം. ഫ്ലവറിനെ സ്റ്റെമ്മുമായി അറ്റാച്ച് ചെയ്യുന്നതാണ് പെഡിസൽ. തലാമസ് എന്താ, പ്രൊവൈഡ്സ് ദ സീഡ് ഫോർ അതർ പാർട്സ് ഓഫ് ദി ഫ്ലവർ. കാലിസ് ഫോംഡ് ഓഫ് സെപ്പൽസ് പ്രൊട്ടക്ട്സ് ദ ഫ്ലവർ ബഡ് ബൈ കവറിങ് ഇറ്റ്. കൊറോള ഫോംഡ് ഓഫ് പെറ്റൽസ് ആണ്, ഗിവ്സ് ബ്യൂട്ടി ആൻഡ് ഷാം ടു ദ ഫ്ലവർ. ആൻഡ്രീഷ്യം ഫോംഡ് ഓഫ് സ്റ്റേമൻസ്, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ ഫ്ലവർ ഏതാ ചോദിച്ചാൽ ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി ഫ്ലവർ ഏതാ, ഗൈനീഷ്യം ആണ്. ഗൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പാർട്ടും ഈ ഫിഗറും വെച്ച് നോക്കുക. ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്, കാലിസ്, തലാമസ്, പെഡിസിൽ, കൊറോള എല്ലാം ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് വരുന്നത് ഇത് നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. അടുത്തത് വരുന്നത് കംപ്ലീറ്റ് ഫ്ലവറിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വേണം.
കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ആർ ദ 4 മെയിൻ പാർട്സ് സീൻ ഇൻ എ ഫ്ലവർ. 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ 4 എണ്ണമാണ്. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. എ ഫ്ലവർ വിത്ത് ഓൾ ദീസ് 4 പാർട്സ് ഇസ് എ കംപ്ലീറ്റ് ഫ്ലവർ. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം 4 പാർട്ടുള്ള ഒരു ഫ്ലവർ മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും പാർട്ടുള്ളത് മാത്രമേ ഒരു കംപ്ലീറ്റ് ഫ്ലവർ ആവുള്ളൂ. അപ്പം നെക്സ്റ്റ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, അത് നമുക്ക് നോക്കാം. നിങ്ങളുടെ ചുറ്റും കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ്, നിങ്ങളുടെ വീട്ടിലോ സ്കൂളിലോ ചുറ്റും കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സിനെ നോക്കുക, ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഫ്ലവറിൻ്റെ പേര് എഴുതുക. പെഡിസൽ ഉണ്ടോ, തലാമസ് ഉണ്ടോ, അതിന് സെപ്പൽ, പെറ്റൽ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഇതിൽ ഏതൊക്കെ ഉണ്ട് ഏതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണം. ഇവിടെ ഞാൻ റോസ് കൊടുത്തിട്ടുണ്ട്. റോസിന് ഈ പറഞ്ഞ എല്ലാ പാർട്ടും ഉണ്ട്. ഹിബിസ്കസ് കൊടുത്തിട്ടുണ്ട്. ഹിബിസ്കസിനുള്ളത് എല്ലാം ഉണ്ട്. പംകിനാണ് അടുത്തത്. പംകിന് ഗൈനീഷ്യം ഉണ്ടാവില്ല, ഞാൻ കണ്ടത് കേട്ടോ. അതായത് നിങ്ങളുടെ ചുറ്റും കാണുന്നത് ചിലപ്പോൾ ആൻഡ്രീഷ്യം ആയിരിക്കും, ഉണ്ടാവാതിരിക്കുക. ഞാൻ നോക്കിയതിൽ ഗൈനീഷ്യം ഇല്ല, കാരണം അത് എന്താണ്, മെയിൽ ഫ്ലവർ ആയിരുന്നു. പംകിനൊക്കെ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു ബോക്സ് കാണിച്ചു തരാം. കണ്ടല്ലോ, ഇവിടെ ഹിബിസ്കസ്, പെഡിസൽ ഉണ്ട്, തലാമസ് ഉണ്ട്, സെപ്പൽ 5, പെറ്റൽ 5, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം പ്രസന്റ് ആണ്. റോസും അതുപോലെ തന്നെയാണ്. നോക്കുക നിങ്ങൾ, മാരിഗോൾഡിനും അതുപോലെ തന്നെയാണ്. പെറ്റലിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാസ്മിൻ ആണ്. ജാസ്മിനും പെഡിസൽ ഉണ്ട്, തലാമസ് ഉണ്ട്, സെപ്പല്, പെറ്റൽ, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. അപ്പോൾ ഈ ബോക്സ് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ആർ ദർ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്? നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ചുറ്റുഭാഗത്തോ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, പൂക്കൾ വരാത്ത പ്ലാന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഇതാണ് ആ പൂക്കൾ, ആ ചെടികൾ: പൈൻ, സൈക്കാസ്, ഫേൺസ്, അലോവേറ, മണി പ്ലാന്റ്, സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ. ഇതിലൊന്നും പൂക്കൾ വരില്ല കേട്ടോ. അപ്പോൾ ഇത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, അപ്പാർട്ട് ഫ്രം ദി സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ആൽഗെ ഓൾസോ ഡു നോട്ട് ഫ്ലവർ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഈ 3 കൂടാതെ തന്നെ. പിന്നെ നീലക്കുറിഞ്ഞിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. നീലക്കുറിഞ്ഞിയുടെ സയൻറ്റിഫിക് നെയിമാണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാലോ, വെസ്റ്റേൺ ഗട്ട്സിൽ നീല കളറിൽ വരുന്ന പൂവാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1200 മീറ്റർ, അതായത് സീ ലെവലിൽ നിന്ന് 1200 മീറ്റർ ഹൈറ്റിലാണ് അത് വരിക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ, വെസ്റ്റേൺ ഘട്ടത്തിലാണ് ഇത് കാണപ്പെടുക. 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുക. മെയിനായിട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് സീസൺ വരുന്നത്. ഇത്രയേ ഉള്ളൂ. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. ഇതിൻ്റെ മലയാളമാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇനി ഫങ്ഷൻസ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ്? ഫ്ലവറിങ് ഇൻ പ്ലാന്റ്സ് ആണ് ആൻസർ. Flowers are essential for the reproduction of flowering plants. Next നമുക്ക് വരുന്നത് how flowers benefit plants in answer ആണ് കേട്ടോ. how flowers benefit plants in answer ആണ്. Fruit is formed from flower, attracting pollinators, facilitating fertilization, seed and fruit formation. ഇത്രയും വരും. ഇനി ഫ്രൂട്ട് ആൻഡ് സീഡ് എന്നുള്ള ഭാഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഫ്രൂട്ടും സീഡും എങ്ങനെ പ്രൊഡ്യൂസ് ആവണമെന്ന് ചോദിച്ചാൽ റീപ്രൊഡക്ഷനിലൂടെ തന്നെയാണ്. വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് എ ഫ്ലവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും ഉണ്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ സ്റ്റേമൻ ആണ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ കാർപ്പലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ആൻഡ്രീഷ്യം എന്താ, ഗൈനീഷ്യം എന്താ, ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അത് നോക്കാം നമുക്ക്. നോക്കിക്കോളൂ, ഇതാണ് ശരിക്കും എഴുതേണ്ടത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞതാ. ഇതിന് വേറെ 3 ആൻസർ ആണ്. ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം ഫ്ലവർ, ദ സീഡ് ഡെവലപ്സ് ഇൻസൈഡ് ദി ഫ്രൂട്ട്, എ ന്യൂ പ്ലാന്റ് അറൈസസ് ഫ്രം ദി സീഡ്. ഈ 3 പോയിന്റും നിങ്ങൾക്ക് എഴുതാം അതിൻ്റെ കൂടെ. അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതി കാണിച്ചത്. നെക്സ്റ്റ്, ഹൗ ഡസ് എ ഫ്ലവർ പ്രൊഡ്യൂസ് ഫ്രൂട്ട് ആൻഡ് സീഡ് ആണ്. ഫ്രൂട്ട് ആൻഡ് സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഫ്ലവേഴ്സ് ത്രൂ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിലൂടെയാണ് ഫ്രൂട്ട്സും സീഡ്സും പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. നെക്സ്റ്റ്, വിച്ച് ആർ ദ റീപ്രൊഡക്റ്റീവ് പാർട്സ് ഓഫ് എ ഫ്ലവർ. ഫ്ലവറിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് പാർട്ട് ശരിക്കും വരുന്നത് സ്റ്റേമനും കാർപ്പലും തന്നെയാണ്. പക്ഷേ ഇവിടെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം കൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഇതിന് മാറ്റിയിട്ട് ആൻഡ്രീഷ്യം ഗൈനീഷ്യം എന്ന് എഴുതിയാൽ മതി കേട്ടോ. ശരിക്ക് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൺ ആണ് ചോദിച്ചിരിക്കുന്നത്, പക്ഷെ നമുക്ക് ഇത് എഴുതിയാൽ മതിയാകും. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ എന്ന് പറഞ്ഞിട്ട് ആൻഡ്രീഷ്യം കൊടുക്കുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ എന്ന് പറഞ്ഞിട്ട് ഗൈനീഷ്യം കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ആൻഡ്രീഷ്യത്തിൻ്റെ ഫംഗ്ഷൻ പറയാം. ആൻഡ്രീഷ്യം ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് ഹാവ് പാർട്സ് കാൾഡ് ഫിലമെന്റ് ആൻഡ് ആന്തർ. പോളൻ ഗ്രെയിൻസ് ആർ പ്രസന്റ് ഇൻ ദ ആന്തർ ചേമ്പേഴ്സ്. പോളൻ ഗ്രെയിൻസ് കണ്ടെയ്ൻ മെയിൽ ഗാമേറ്റ്സ്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിലാണ് എന്തുണ്ടാവുക? മെയിൽ ഗാമേറ്റ്സ് ഉണ്ടാവുക. പൂമ്പൊടി എന്ന് പറയുന്ന ആ മഞ്ഞ കളറിൽ കാണുന്ന സാധനമാണ് ഈ പോളൻ ഗ്രെയിൻസ് വരുന്നത് ചെടികളിൽ, പൂക്കളിൽ. അടുത്തത് ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം എന്ന് പറയുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ദ കാർപ്പൽ കൺസിസ്റ്റ് ഓഫ് സ്റ്റിഗ്മ. കണ്ടോ, കാർപ്പലാണ് ശരിക്കും എഴുതേണ്ടത്, പക്ഷെ അവരവിടെ ഗൈനീഷ്യമാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. കാർപ്പൽ ആണ് ശരിക്കും വരുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൺ. ആ കാർപ്പലിലാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി എന്ന് പറഞ്ഞ 3 ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് കിടക്കുന്നത്. ദ എഗ് ഓർ ഫീമെയിൽ ഗാമറ്റ് ഈസ് ഫൗണ്ട് വിത്തിൻ ദ ഓവ്യൂൾ ഇൻ ദ ഓവറി. നെക്സ്റ്റ് വരുന്നത് വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ സ്റ്റേമൻ. സ്റ്റേമനിൽ ഏതൊക്കെ പാർട്സ് ഉണ്ടെന്ന് എഴുതണം. ആന്തർ ആൻഡ് ഫിലമെന്റ് ആണ്. പിന്നെ വേർ ആർ പോളൻ ഗ്രെയിൻസ് ഫൗണ്ട്. പോളൻ ഗ്രെയിൻസ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ആന്തർ ഓഫ് എ സ്റ്റേമൻ. സ്റ്റേമനിലാണ് ആന്തർ, അപ്പോൾ അവിടെയാണ് കാണുക. പിന്നെ വിച്ച് ആർ ദ പാർട്സ് ഓഫ് ദ കാർപ്പൽ. കാർപ്പലിലെ പാർട്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്റ്റിഗ്മ, സ്റ്റൈൽ ആൻഡ് ഓവറി ആണ്. സ്റ്റിഗ്മ കഴിഞ്ഞൊരു കോമ ഉണ്ട്. വേർ ഇസ് ഫീമെയിൽ ഗാമേറ്റ് സീൻ. ഫീമെയിൽ ഗാമേറ്റ് എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇൻ ദ ഓവ്യൂൾ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ഓവറി. നെക്സ്റ്റ് വരുന്നത് ഷൂ ഫ്ലവറിൻ്റെ ഒരു LS കൊടുത്തിട്ടുണ്ട്, ചെമ്പരത്തിയുടെ ആണ്. ഇതിൻ്റെ പാർട്സ് ലേബൽ ചെയ്യാനുള്ളതാണ്. നമുക്ക് പാർട്സ് നോക്കാം. കണ്ടല്ലോ, ഇതാണ് സ്റ്റിഗ്മ, ദെൻ സ്റ്റേമൻ, പെറ്റൽ, സെപ്പൽ, ഓവ്യൂൾ, തലാമസ്, പെഡിസൽ. ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആണ്. ആർദർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അപ്പോൾ ആൺപൂവും പെൺപൂവും ഉണ്ടോ? മെയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് തൊട്ട് 2 ഫ്ലവേഴ്സ് ഉണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യം, നിങ്ങളോടുള്ള ചോദ്യം. 2 ഫ്ലവേഴ്സ് ഉണ്ട്, മെയിൽ ഫ്ലവറും ഉണ്ട്, ഫീമെയിൽ ഫ്ലവറും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനൊരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. എക്സ്പെരിമെൻറ്റ് നിങ്ങൾ തന്നെ ചെയ്യണം. നമുക്ക് അങ്ങനെ വരുന്ന ഫ്ലവേഴ്സ് ഏതാണെന്ന് നോക്കാം. ഇവിടെ ഇവർ ലേഡീസ് ഫിംഗർ ഫ്ലവറിൻ്റെ തന്നിട്ടുണ്ട്, വെണ്ടയ്ക്കയുടെ ചെടിയും പംകിൻ്റെയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലേഡീസ് ഫിംഗറിൻ്റെ പ്രത്യേകത ആദ്യം പറയാം. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ദ സെയിം ഫ്ലവർ. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും രണ്ടും ഒരേ പൂവിൽ കാണുന്നതാണ് ലേഡീസ് ഫിംഗർ. പംകിൻ ആണെങ്കിലോ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ്. ആൺപൂവും പെൺപൂവും 2 ചെടികളിലായിരിക്കും. അപ്പോൾ ചില ചെടികൾ കായ്ക്കുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ ഈ ഫ്രൂട്ട് വരികയില്ല, പംകിൻ വരികയില്ല. അത് കാരണം എന്താ വെച്ചാൽ അതൊന്നില്ലെങ്കിൽ മെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഫീമെയിൽ. അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഡിഫറെൻ്റ് ആയിട്ട് വരുമ്പോഴാണ് ഏതെങ്കിലും ഒന്നിൽ മാത്രമേ എന്തുണ്ടാവാറുള്ളൂ. സാധാരണ ഫീമെയിലിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈ പറയുന്ന ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ ഫോം ആവുള്ളൂ. നെക്സ്റ്റ് ഇനി നിങ്ങൾക്ക് യൂണിസെക്ഷൽ ഫ്ലവർ എന്താ, ബൈസെക്ഷൽ ഫ്ലവർ എന്താന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണം. ഫ്ലവേഴ്സ് വിച്ച് പോസസ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. അതായത് ചില ഫ്ലവേഴ്സിൽ ഒന്നില്ലെങ്കിൽ ആൻഡ്രീഷ്യം മാത്രമേ കാണൂ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ കാണൂ. അതായത് ഒന്നില്ലെങ്കിൽ അത് മെയിൽ ഫ്ലവർ ആയിരിക്കും, ആൺപൂവായിരിക്കും, അല്ലെങ്കിൽ പെൺപൂവായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമുള്ള ചെടികളാണ് യൂണിസെക്ഷൽ. അങ്ങനെയുള്ളത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അതല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്താണെന്ന് പറയാം. ഹാവ് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇൻ ദ സെയിം ഫ്ലവർ. ഒരു പൂവിൽ തന്നെ ആൻഡ്രീഷ്യം ഉണ്ടാവും, ഗൈനീഷ്യം ഉണ്ടാവും. മെയിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒരു പൂവിൽ തന്നെ കാണപ്പെടുന്നതാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. നെക്സ്റ്റ് വരുന്നത് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾ എഴുതണം, ബൈസെക്ഷലിൻ്റെ എക്സാമ്പിൾ എഴുതണം. യൂണിസെക്ഷലിൻ്റെ എക്സാമ്പിൾ ബിറ്റർ ഗോഡ്, പംകിൻ, കുക്കുംബർ ആണ്. ബൈസെക്ഷൽ ആണെങ്കിൽ ഷൂ ഫ്ലവർ, സൺഫ്ലവർ, റോസ്. ഓക്കെ, ഇനി മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ പ്ലാന്റ്സ് 2 ആണ്. അത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തന്നെയാണ്. പ്ലാന്റ്സിലും ഈ പറയുന്ന ആൺ പെൺ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നുള്ളത് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഉണ്ട്, മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. പ്ലാന്റ്സ് വിത്ത് ഓൺലി മെയിൽ ഫ്ലവേഴ്സ്, അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. ആൺപൂ മാത്രമുള്ള മെയിൽ ഫ്ലവേഴ്സ് മാത്രമുള്ളത് മെയിൽ പ്ലാന്റ്സും ഫീമെയിൽ ഫ്ലവേഴ്സ് മാത്രം വരുന്നത് ഫീമെയിൽ പ്ലാന്റ്സും ആയിരിക്കും. ഇത് വേണം കേട്ടോ. നെക്സ്റ്റ് നിങ്ങൾക്ക് വായിക്കാനുള്ളതാണ് ഡയേഷ്യസ് എന്താ, മോണേഷ്യസ് പ്ലാന്റ്സ് എന്താണെന്നുള്ളതാണ്. അത് പറയാം.
If the male flowers and female flowers are found in different plants, such plants are called dioecious plants. അതായത് മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും വേറെ വേറെ ചെടികളിലാണ് കാണപ്പെടുന്നതെങ്കിൽ അത് ഡയേഷ്യസ് ആയിരിക്കും. ഡയേഷ്യസ് പ്ലാന്റ്സ് ആണ് ഡേറ്റ്, പാം, മലബാർ ടാമറിൻഡ്, നട്ട്മെഗ്, പപ്പായ ഒക്കെ. വേറെ വേറെ ചെടികളിലായിരിക്കും ആൺപൂവും പെൺപൂവും ഉണ്ടാവുക. മോണേഷ്യസ് പ്ലാന്റ്സ് പറഞ്ഞാൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെയിം പ്ലാന്റിൽ ഉണ്ടാവും. ആൺപൂവും പെൺപൂവും എന്തിലുണ്ടാവും? ഒരേ ചെടിയിൽ വരും. കുക്കുംബർ, പംകിൻ, ആഷ് ഗാർഡ്, സ്നേക്ക് ഗാർഡ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. ഇതൊക്കെയാണ് മോണേഷ്യസ് പ്ലാന്റ്സിൽ ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പോളിനേഷൻ ആണ്. പോളിനേഷൻ എന്താ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഈസ് പോളിനേഷൻ. അതായത് പോളൻ ഗ്രെയിൻസിനെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ആന്തർ എന്ന് പറയുന്നത് മെയിൽ പാർട്ടാണ്, സ്റ്റിഗ്മ എന്ന് പറയുന്നത് ഫീമെയിൽ പാർട്ടാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിൽ എത്തണം, അതിനെയാണ് പോളിനേഷൻ എന്ന് പറയുക കേട്ടോ. ദെൻ ഫ്രണ്ട്സ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് അടുത്തത് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന പക്ഷീനെ അതുപോലെ തന്നെ ബട്ടർഫ്ലൈനെയും കാണുന്നുണ്ടല്ലോ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. What are the reasons for insects and birds getting attracted to flowers? For the nectar and pollen. Answer. Next, how do flowers benefit when they collect honey from the flowers? Do they help to pollinate flowers? Flowers benefit from insects and birds because these animals facilitate pollination. Next, വാട്ട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ പോളിനേഷൻ? ഈ പോളിനേറ്റേഴ്സ് ആരാണെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. ഇതാണ് ആൻസർ ഇവിടെ വരുന്നത്. വിൻഡ് വാട്ടർ ആനിമൽസ് ആണ് പോളിനേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് പോളിനേഷന് സഹായിക്കുന്ന ആൾക്കാരാണ് പോളിനേറ്റേഴ്സ്. അപ്പോൾ അത് വേണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആ പിക്ചറിൽ പോളിനേഷൻ നടത്തുന്നത് ഇപ്പോൾ കുരുമുളകിൽ ആരാണ് പോളിനേറ്റർ ചോദിച്ചാൽ വെള്ളമാണ്. മഴ വന്നു കഴിഞ്ഞാൽ വാട്ടറാണ് ഇത് പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വരിക. പിന്നെ വരുന്നത് റൈസാണ്. നമ്മളുടെ റൈസിൽ ആരാ പോളിനേറ്റർ ചോദിച്ചാൽ വിൻഡാണ് ആൻസർ. ഇനി നമുക്കറിയാവുന്ന പോളിനേറ്റേഴ്സിൻ്റെ പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻസെക്ട്സ്, ബേർഡ്സ്, ബീസ്, വിൻഡ്, വാട്ടർ, ഇതൊക്കെയാണ് പോളിനേറ്റേഴ്സിൽ വരിക. പിന്നെ ഈ സൈഡിൽ വാനില തന്നിട്ടുണ്ട്. വാനിലയുടെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാർട്ട് 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 2 ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലെറ്റേഴ്സ് ആസസ് അങ്ങനെ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ പാർട്ട് 2 കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.